നമസ്കാരം, സുഹൃത്സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ രണ്ട് കുട്ടി ചോദ്യങ്ങളാണ്. പക്ഷെ കുട്ടി ചോദ്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചേക്കുന്ന കുറച്ച് തെറ്റുകൾ ഇതിനുള്ളിൽ നിന്ന് ക്ലിയർ ആവും. ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം പഠിച്ചോണം. വലിയ ചോദ്യങ്ങളും പഠിക്കണം, ചെറിയ ചോദ്യങ്ങളും പഠിക്കണം, എല്ലാ ടൈപ്പും പഠിക്കണം എന്നർത്ഥം. ഓക്കെ, ആരെയും നമ്മൾ മിസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻട്രൻസ് എന്ന് പറയുന്ന സംഭവം കിട്ടില്ല. നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ സാധാരണ ഒരു എക്സാമിനേഷന് സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു ടോപ്പിക്ക് പറയും, നമ്മൾ പഠിപ്പിച്ചേക്കുന്ന ചോദ്യങ്ങളിൽ കവിഞ്ഞ് ചോദിക്കാറില്ല. ഇവിടെ അതല്ല, നമ്മൾ പഠിക്കാത്തത് പക്ഷെ പഠിച്ച കാര്യങ്ങളെ വെച്ചോണ്ടുള്ളത് ഇതാണ് എക്സാമിന് വരുന്നത്. അത് പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമേ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ഇത് വളരെ എളുപ്പത്തിലും ആവും. അല്ലാതെ നമ്മൾ ചുമ്മാതെ കുറച്ച് ക്വസ്റ്റ്യൻസുകളെ മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവനെ നമുക്ക് നേടിയെടുക്കാനേ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം കളയണ്ട. എഫ് ഓഫ് എക്സ് ഈക്വൽ മോഡുലസ് ഓഫ് ലോഗ് എക്സ് 0 less than x less than 1 then f dash of 0.5. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഇവിടെ അറ്റ് എക്സ് ഈക്വൽ 2 എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ 2 ഇവിടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കറിയാം മോഡുലസ് ഓഫ് ലോഗ് എക്സ്, നമുക്കറിയാം മോഡുലസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് വരാം, ശരിയല്ലയോ? ഈ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷന് ഒന്നുകിൽ പ്ലസ് ലോഗ് എക്സ് എന്ന് വരാം, അല്ലെങ്കിൽ ആര് വരാം, മൈനസ് ലോഗ് എക്സ് എന്ന് വരാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂസ് ഓഫ് എക്സ്. ഇവിടെ 0 less than x less than 1 നമുക്ക് സാധാരണ നമ്മളൊന്നും നോക്കുന്നില്ല, നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുക അല്ലേ? അങ്ങനെയല്ല, നമുക്ക് മീനിങ്ങോട് കൂടി ഒന്ന് പഠിക്കാം. ഞാൻ എന്റെ ആദ്യം ഗ്രാഫിൽ കൂടി തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇത് നമ്മുടെ വൈ ആക്സിസ് ആണ്. ഓക്കെ, ഇവിടെയാണ് 1. ഇതിന്റെ ഗ്രാഫ് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചോ, പഠിച്ചോണേ. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെയാണ് പോകുന്നത് ലോഗ് എക്സിന്റെ ഗ്രാഫ്. എക്സ് ആക്സിൽ ഈ 1 കൂടെ ആയിരിക്കും നമ്മുടെ ഗ്രാഫ് പോകുന്നത്. അപ്പൊ ഇത് നമ്മുടെ 0 ആണ് കേട്ടല്ലോ. ഇത് 0, ഇത് 1. ഈ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള പോർഷനിൽ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കേ, താഴെ ഉണ്ടോ? ഇതിനിടയ്ക്കുള്ള അടുത്ത് താഴെ ഇല്ലയോ? പക്ഷെ 1 കഴിഞ്ഞിട്ടോ, 1 കഴിഞ്ഞിട്ട് മണ്ടയ്ക്കോട്ട് പോസിറ്റീവ് ഉണ്ടോ? അപ്പൊ 1 ആണ് അതിന്റെ ബ്രേക്കിംഗ് പോയിന്റ്. 1ന്റെ ലെഫ്റ്റിലുള്ള നമ്പേഴ്സ് 0യ്ക്കും 1നും ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫ് ഉണ്ട്. ഇതിനിടയ്ക്ക് ഗ്രാഫ് ഇങ്ങോട്ടാ, താഴോട്ടാണ് ഉണ്ടോ? പക്ഷെ 1 കഴിഞ്ഞ് നോക്കിയാൽ താഴോട്ടുണ്ടോ? ഇല്ല, മണ്ടയ്ക്കോട്ടാണ്. അപ്പോൾ അവിടെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് 1 ആണ്. അപ്പൊ നോക്കിക്കേ, 0യ്ക്കും 1നും ഇടയ്ക്ക് എക്സിന്റെ വാല്യൂ വരുമ്പോൾ ലോഗ് എക്സിന്റെ വാല്യൂ അതിന്റെ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് ഇൻ നെഗറ്റീവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ലോഗ് എക്സിന്റെ വാല്യൂ എന്താ മോനെ? മൈനസ് ലോഗ് എക്സ് എന്നാണ്, പ്ലസ് ലോഗ് എക്സ് അല്ല. കാരണം മനസ്സിലായി, 0യ്ക്കും 1നും ഇടയ്ക്ക് ആയതുകൊണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് നമുക്ക് എത്ര മോനെ? മൈനസ് 1/x എന്നാണ്, ശരിയല്ലേ? മൈനസ് ലോഗ് എക്സ് മൈനസ് 1/x. Therefore f dash of 0.5 എന്ന് പറഞ്ഞാൽ മൈനസ് 1/0.5. 1/0.5 1/0.5 എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, പക്ഷെ എളുപ്പം 2 ആണ് കേട്ടോ. 1/0.5 ഈ സീൽ എത്രയാണ്? 2. അതിന്റെ കാരണം എന്തുകൊണ്ടാ? 1/, ഈ 0.5 എന്ന് പറയുമ്പോൾ എത്ര മോനെ? 1/2 എന്നല്ലയോ? ശരിയല്ലേ? 0.5 എന്ന് പറഞ്ഞാൽ 1/2. അപ്പൊ 1/1/2 തിരിച്ചെഴുതുമ്പോൾ 2/1, 2 എന്ന് കിട്ടും. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ആൻസർ ആരായി? -2. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയ കാര്യമാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നതും ഇങ്ങനെ ആയിരിക്കത്തില്ല ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ആ ഗ്രാഫ് ഒക്കെ ഒന്ന് കാണിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി അതുകൊണ്ട് എളുപ്പമാണ് കേട്ടോ. അറ്റ് എക്സ് ഈക്വൽ 2 എഫ് ഡാഷ് എക്സ്. അറ്റ് എക്സ് ഈക്വൽ ടു 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സിന് എടുക്കണം. മോഡുലസ് ഓഫ് ലോഗ് എക്സിന്റെ പ്ലസ് ലോഗ് എക്സ് ആണ് എടുക്കേണ്ടത്, മൈനസ് ലോഗ് എക്സ് അല്ല. എന്റെ റീസൺ എന്തുകൊണ്ടാ? ഇവിടെ 2 വരുന്നില്ലയോ? 2ൽ നോക്കിക്കേ, ഫംഗ്ഷന്റെ വാല്യൂ മോനെ പോസിറ്റീവ് അല്ലയോ? താഴോട്ടാണോ? അല്ലല്ലോ, പോസിറ്റീവ്. അപ്പൊ നമുക്ക് പ്ലസ് ലോഗ് എക്സ് ആണ്. Therefore f dash x equal to 1/x. Therefore f dash of x at x equal to 2. എക്സിന്റെ പ്ലേസ് 2 ആയി കഴിഞ്ഞാൽ 1/x എന്നുള്ളത് 1/, എത്ര ആയിട്ട് മാറി? 2 ആയിട്ട് മാറി, 1/2. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലത്തിന്റെ അല്ല കാര്യം, പ്രോബ്ലത്തിന്റെ അർത്ഥം, മീനിങ് മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളുമായിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടും, ജോയിൻ ചെയ്യാം. ഓക്കെ, കീം, NDA, ക്യുസാറ്റ് അങ്ങനെയുള്ള എല്ലാ എക്സാംസുകൾക്കും ഉള്ള ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ മെറ്റീരിയലും കിട്ടുകയും ചെയ്യും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മാക്സിമം നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇന്ന് കാണുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.